എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. അടയും ചവ്വരിയും വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായസത്തിലേക്ക് വേണ്ടി 1/2 കപ്പ് മട്ട അടയും ചവ്വരിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ നമ്മുടെ അടയും ചവ്വരിയും കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും അടയും ചവ്വരിയും നല്ല പുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കഴുകിയെടുക്കാൻ. ഇനിയിപ്പോൾ ഇതാ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച ചവ്വരിയും അടയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3-ാം പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 3-ാം പാൽ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടി ഇതാ ഞാനൊരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതാ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ചവ്വരിയും അടയും നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നല്ല വെന്തതിന് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ വേവാൻ പണിയാണ്. ശർക്കര ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേവാൻ പണിയാണ്. അപ്പോൾ ഇനി ഈ ശർക്കരയിൽ കിടന്നിട്ട് നല്ലൊന്ന് കുറുകി വരട്ടെ. ശർക്കരയ്ക്കൊന്ന് ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റി വരണം കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചുക്ക് പൊടിയാണ്. ഇപ്പോൾ ഇതാ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കട്ടോ. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴേക്കും സ്റ്റവ് ഓഫ് ആക്കണം, തിളപ്പിക്കരുത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം എന്താ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, പായസം റെഡിയായി. അപ്പോൾ അടപ്രഥമൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.